ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 62. നമ്മൾ ഇന്ന് നോക്കുന്നത് ആരണ്യക പർവം അധ്യായം 6 ഖണ്ഡം 3. ഇതിൽ പല ദേവതകളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ മന്ത്രം 601 എന്താണെന്ന് പറയുന്നത് നോക്കാം. സ്വർഗത്തിലെ പ്രജാപതി ദക്ഷ പ്രജാപതിയല്ലുണ്ട്. ആ പ്രജാപതിയിലൂടെയാണ് സൃഷ്ടികർമ്മം എല്ലാം മുന്നോട്ടേക്ക് പോയിരുന്നത്. അപ്പോൾ ആ പ്രജാപതി തൻ്റെ തേജസ് എന്നിൽ ഉയർത്തട്ടെ. നമ്മുടെയെല്ലാം തേജസ് സൃഷ്ടിയായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം സൃഷ്ടിയുടെ നേതൃത്വം കൊടുത്ത ദക്ഷ പ്രജാപതിയിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ തേജസ് ഉയർത്തുന്നത് ആ ദക്ഷ പ്രജാപതിയുടെ തീരുമാനമനുസരിച്ചാണ്. കാരണം അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുന്നത് സൃഷ്ടിക്ക്. അതിലൂടെ എന്നെ കീർത്തിമാനാകട്ടെ. നമ്മൾ കീർത്തിയിലെത്തണോ, നമ്മൾ ഉന്നതയിലെത്തണോ, ഏത് നിലയിലെത്തണം എന്നുള്ളതെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത്, എന്തൊരു കർമ്മത്തിന് വേണ്ടിയാണോ സൃഷ്ടിച്ചത്, അതിനെയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ദക്ഷ പ്രജാപതി തീരുമാനിക്കുന്ന വഴിയാണ് നമ്മളെ കീർത്തിയെല്ലാം കിടക്കുന്നത്. അതിലൂടെ എൻ്റെ യജ്ഞത്തിലൂടെ എനിക്ക് നല്ല അന്നം ലഭിക്കട്ടെ. അന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണം, അല്ലെങ്കിൽ നമ്മളുടെ സൗഭാഗ്യം, നമുക്ക് കിട്ടേണ്ടതായ സൗഭാഗ്യം. അതെല്ലാം എങ്ങനെ കിട്ടും? നമ്മൾ യജ്ഞം നടത്തുമ്പോൾ, നമ്മൾ പരിശ്രമിക്കുമ്പോൾ, അതിലൂടെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അതിന് നല്ല ഫലം നമുക്ക് കിട്ടട്ടെ എന്ന് പറയുകയാണ്. അതെല്ലാം ആരിലൂടെ ആശ്രയിച്ചിരിക്കുന്നു? സൃഷ്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി 602 മന്ത്രം. ഇതിൽ ശത്രുക്കളെ ഇല്ലാതാക്കാവുന്ന സോമത്തിനായി, ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുക. നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ ശത്രുത. ഇപ്പം വിശപ്പ് ഒരു ശത്രുതയാണ്. ആ വിശപ്പ് എനിക്ക് ഇല്ലാതാക്കാൻ എന്ത് വേണം? ഭക്ഷണം വേണം. അതുപോലെ ഏത് കർമ്മത്തിനും തടസ്സങ്ങൾ നിൽക്കുന്ന, ഇല്ലെങ്കിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാം ശത്രുതയാണ്. ആ ശത്രുതയെ ഇല്ലാതാക്കുന്ന സോമത്തിനായി, സോമം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ നമ്മൾ കർമ്മം ചെയ്തിട്ട് അതിനെ മറികടക്കണം. കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുന്നത്. സോമത്തിനായി ഞാൻ പാലൊരുക്കി വെച്ചു. ഇവിടെ പാല് എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. പാല് പോലെ ശ്രേഷ്ഠമായ വസ്തുക്കൾ നമ്മൾ ഒരുക്കി വെക്കുന്നു യജ്ഞം ചെയ്യുവാൻ വേണ്ടി. അപ്പോൾ അതിലൂടെ എനിക്കെന്ത് ചെയ്യും? അങ്ങ് വീര്യവാനായി. അപ്പം നല്ല വസ്തു ഉപയോഗിച്ചിട്ട് നമ്മൾ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന വസ്തുവാണ് സോമം. എന്തെങ്കിലും കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് സോമം. ഉദാഹരണമായിട്ട് ചോറ് വെക്കുമ്പോൾ അരിയും വെള്ളമെല്ലാം സോമമാണ്. അപ്പം നല്ല അരി ആണെങ്കിൽ നമുക്കെന്ത് ചെയ്യും? എനിക്ക് അന്നം നൽകുക. അങ്ങ് വീര്യവാനായി ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതെനിക്ക് നൽകുക. നമ്മൾ യജ്ഞം ചെയ്യാൻ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടട്ടെ. അതിനായി ഉന്നത പീഠത്തിലേക്ക് അങ്ങേ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. ഉന്നത പീഠത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുവിന് ഉന്നത സ്ഥാനമുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ കൊടുക്കുന്ന വസ്തു വളരെ ശുദ്ധമായിട്ട് നല്ല നിലയിൽ, ഉയർന്ന നിലയിലുള്ള വസ്തു നൽകിക്കഴിഞ്ഞാൽ, ഇപ്പം ചോറ് വെക്കാൻ തന്നെ നല്ല അരി കൊടുത്താൽ അതാണ് ഉന്നത സ്ഥാനം. ആ സോമത്തിന് ഉന്നത സ്ഥാനം കൊടുക്കണം. ഉപയോഗിക്കുന്ന വസ്തു നല്ല ഉന്നത നിലയിലുള്ളതായിരിക്കണം, നല്ല ഗുണമുള്ള നിലയിലായിരിക്കണം. അപ്പോൾ നമുക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടും.
ഇനി 603. സോമനാണ് ഈ ഭൂമിയിൽ ഔഷധം സ്ഥാപിച്ചത്. ഈ ഭൂമിയിൽ ഔഷധം എന്ന് പറയുന്നത് മരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ, ചെടികളിൽ നിന്ന് കിട്ടുന്ന നീരുകളെല്ലാം, അതെല്ലാം സോമൻ തന്നെയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ ഔഷധങ്ങളും സോമമാണ്. അപ്പോൾ സോമമാണ് ഭൂമിയിലെ ഔഷധങ്ങൾ. ചെടികളിലെല്ലാം, ചെടികളിലോ മണ്ണിലോ പല വസ്തുക്കളും നമ്മളിപ്പോൾ മരുന്നായിട്ട് ഉപയോഗിക്കുമല്ലോ. അതെല്ലാം സോമമാണ് സ്ഥാപിച്ചത്. പശുക്കളെ പോലെയുള്ള ജീവജാലങ്ങളെ ഉണ്ടാക്കിയാലും സോമത്താൽ തന്നെയാണ്. സോമത്താലാണ് പശുക്കൾ ഉണ്ടായത്. പശുക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പശുക്കളെ ബീജങ്ങൾ കൂടിച്ചേർന്നിട്ട്, ബീജവണ്ടവും കൂടിച്ചേർന്നിട്ട് പശുക്കുട്ടി ഉണ്ടായിട്ടാണ് വളരുന്നത്. അപ്പോൾ ആ ബീജവണ്ടത്തിലും എല്ലാം അവിടെ നടക്കുന്ന ചില രാസവസ്തുക്കളാണ്. അതെല്ലാം സോമം തന്നെയാണ്. പശുക്കളെല്ലാം ഭൂമിയിലുണ്ടായിട്ടുള്ളത് എല്ലാം ചെടികളിൽ നീര്, പശുക്കൾ എല്ലാം ഉണ്ടായിരിക്കുന്നത് സോമത്താലാണ്. ആകാശത്തെ വിസ്തൃതമാക്കി. ഈ ആകാശം ഉണ്ടായിരിക്കുന്നതും സോമത്താലാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ എന്താ ഉള്ളത്? കുറേ ഗോളങ്ങളുണ്ട്. അതെല്ലാം എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പല വസ്തുക്കൾ. ആ വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത്. ഇനി ആകാശത്തിൽ വായു ഉണ്ടെങ്കിൽ ആ വായുവും സോമമാണ്. എല്ലാ വസ്തുക്കളും സോമമാണ്. അപ്പോൾ ആകാശത്തെ വിസ്തൃതമാക്കി അവിടെ പ്രകാശം നിറച്ചതും സോമമാണ്. ആകാശത്തിൽ പ്രകാശം എങ്ങനെയാണ് വന്നത്? സൂര്യനിൽ നിന്നാണ്. സൂര്യനിൽ എങ്ങനെയാണ് പ്രകാശം വരുന്നത്? അവിടെ നിന്ന് എന്തോ കത്തിയിട്ടാണ്, ഒരു ചില വസ്തുക്കൾ കത്തിയിട്ടാണ് പ്രകാശം ഭൂമിയിലേക്ക് വരുന്നത്. ഇനി 604. യജ്ഞ പുരോഹിതൻ രാജാവിൻ്റെ ആഗ്രഹം സാധിക്കുന്ന പോലെ അഗ്നി നമ്മുടെ യജ്ഞത്തെ ഫലത്തിലെത്തിക്കുന്നു. യജ്ഞം നടത്തുന്ന ആള്, രാജാവിന് വേണ്ടിയിട്ട് യജ്ഞം ചെയ്യുന്ന ആള്, അദ്ദേഹം രാജാവിൻ്റെ ആഗ്രഹം സാധിപ്പിക്കുന്നത് പോലെ ഇവിടെ ദേവത അഗ്നിയാണ്. അഗ്നി എന്ത് ചെയ്യുന്നു? നമ്മുടെ യജ്ഞത്തെ ഫലത്തിലെത്തിക്കുന്നു. നമ്മളെന്തെങ്കിലും യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലത്തിലെത്തിക്കുന്ന ആരാണ്? അഗ്നിയാണ്. ചോറുണ്ടാക്കുമ്പോൾ അരിയും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അഗ്നിയാണ് അതിനെ ചോറാക്കി തരുന്നത്. അരി കൊടുത്തു കഴിഞ്ഞാൽ, അരിയും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി എന്ത് ചെയ്തു കഴിഞ്ഞാൽ ചോറാക്കി തരും. അത് യജ്ഞത്തെ പോഷിപ്പിക്കും. നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ പോഷിപ്പിച്ചിട്ട് അത് നല്ല വസ്തുവാക്കി തീരും. ആ അഗ്നിയെ സ്തുതികളിലൂടെ ഞാൻ ഉയർത്തുന്നു. ആ വസ്തുവെ സ്തുതികളിലൂടെ, ശാസ്ത്രങ്ങളിലൂടെ വേണം നമ്മൾ അഗ്നിയെ സമീപിക്കാൻ. ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചോറ് വെക്കുന്നതും. അതൊരു സയൻസുണ്ട്. വെള്ളവും അരിയും കൂടി ചേർന്നിട്ട് ചൂടാകുമ്പോൾ അരിയിലൊരു മാറ്റം സംഭവിച്ചിട്ട് നല്ല പദമുള്ള സ്ട്രക്ചറുള്ള ചോറായിട്ട് മാറും. ഇനി 605. അഗ്നിക്കായി സ്തുതി അർപ്പിക്കുമ്പോൾ സ്തുതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അവർ സ്തുതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് സയൻസിൻ്റെ സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, വേദത്തിൽ സയൻസാണുള്ളത്. അല്ലെ മോഡേൺ സയൻസും എല്ലാം സ്തുതി തന്നെയാണ്. ആ സയൻസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് അവർ സ്തുതി അർപ്പിക്കുന്നത്. ചോറുണ്ടാക്കാൻ എങ്ങനെ വേണം? അരി വെള്ളവുമായിട്ട് ചൂടാക്കണം. അല്ല അരി എടുത്തിട്ട് വേറെ വല്ല ഇപ്പം പാലിലിട്ട് ചൂടാക്കിയാൽ ചോറാണ് വാങ്ങുക, അല്ല വേറെ എന്തെങ്കിലും ആയിപ്പോകും. ഇപ്പം മണ്ണെണ്ണയിലിട്ട് ചൂടാക്കിയാൽ നമുക്ക് ചോറ് കിട്ടും. അപ്പോൾ ശാസ്ത്രം, എല്ലാത്തിനൊരു സയൻസ് ഉണ്ട്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും, പുതിയ മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പം ആ സ്തുതിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. അവർ ഗായത്രി പോലുള്ളവ അറിഞ്ഞ് സ്തുതി അർപ്പിക്കുന്നു. വേദങ്ങളിൽ വേദവരികളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഛന്ദസ്സുകൾ അറിയണം. ഛന്ദസ്സുകൾ മനസ്സിലാക്കിയാലേ വേദവരികളുടെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ.
അപ്പം ഗായത്രി പോലെയുള്ള ഛന്ദസ്സുകൾ മനസ്സിലാക്കിയിട്ടാണ് വേദത്തിലുള്ള വരികളുടെ സയൻസ് വരികളുടെ അർത്ഥം മനസ്സിലാക്കുന്നത്. ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ. അങ്ങനെയാണ് സൂര്യ തേജസ്സുള്ള വാക്കുകൾ ഉത്ഭവിച്ചത്. അങ്ങനെയാണ് സൂര്യനെ പോലെയുള്ള തേജസ്സുള്ള ശാസ്ത്രതത്വങ്ങൾ വേദത്തിലൂടെ നമുക്ക് ലഭിച്ചത്. ഇനി 606. വർഷകാലത്ത് ഭൂമിയിൽ ജലം വർഷിക്കുന്നതിന് മുമ്പായി. വർഷകാലത്ത് ആകാശത്തു നിന്ന് മഴ ഭൂമിയിലേക്ക് പെയ്യും. അതിനു മുമ്പ് എന്ത് സംഭവിക്കുന്നു? ഭൂമിയിലെ ജലം അവിടെ എത്തിയിരിക്കുന്നു. ആകാശത്തു നിന്ന് മഴ പെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള മഴ എവിടുന്ന് വന്നതാണ്? ഭൂമിയിലുള്ള ജലം ഉയർന്നതാണ്. വേനൽക്കാലത്ത് ഭൂമിയിലുള്ള ജലം അവിടെ ഉയർന്നിട്ടാണ് മഴക്കാലത്തത് പെയ്യുന്നത്. ആ ജലമാണ് സാഗരത്തെ മാറ്റി മാറ്റുന്നത്. ആ ജലം ഇങ്ങനെ കുത്തി ഒഴുകുമ്പോൾ സാഗരങ്ങൾ എന്താവും? ശക്തിയായിട്ട് ഒഴുകും. അപ്പം സാഗരങ്ങൾക്ക് ഇങ്ങനെ ശക്തിയായിട്ട് ഒഴുകാനുള്ള ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്? ഈ അഗ്നി അതിനെ ഉയർത്തുന്നു. ഉയർത്തി ഒരു സാഗരം വീഴുമ്പോൾ ആ ശക്തി ഇവിടെ അത് ഒഴുകുന്നു. അപ്പോൾ ആ ഉയർത്തിയതിൻ്റെ ശക്തിയാണ് അത് എവിടെ നിന്നാണ് കിട്ടിയത്? സൂര്യനിൽ നിന്ന്. അപ്പോൾ സൂര്യൻ്റെ ശക്തി തന്നെയാണ് ജലത്തെ ഇങ്ങനെ ശക്തിയായിട്ട് ഒഴുകാൻ സഹായിക്കുന്നത്. ഇനി 607. ഉഷസ്സിൻ്റെ തേജസ്സിനെ മാറ്റി രാത്രി സംജാതമാകുന്നു. ഉഷസ്സിൻ്റെ തേജസ്സിനെ, ഉഷസ് പകല്, ഉഷസ് വെളിച്ചം നൽകുന്നു. അതിനെ മാറ്റിയിട്ടാണ് ആര് വരുന്നത്? രാത്രി വരുന്നത്. അത് ചന്ദ്രകിരണങ്ങളോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം രാത്രി വരുമ്പോൾ ചന്ദ്രനിൽ വെളിച്ചം തട്ടിയിട്ട് ചന്ദ്രൻ്റെ കിരണങ്ങളോടുകൂടി അത് പ്രത്യക്ഷപ്പെടുന്നു. അപ്പം രാത്രി ആണെങ്കിലും അവിടെ എന്തുണ്ട്? ചന്ദ്രനുണ്ട്. അതിൻ്റെ കിരണങ്ങളോടുകൂടിയാണ് രാത്രി വരുന്നത്. അങ്ങനെ അതിലൂടെ ലോകത്തിനത് മംഗളകാരിയാകുന്നു. പകൽ ജീവികൾക്ക് ആശ്രയമാകുന്നു. പകൽ ജീവിക്കുന്ന ജീവികൾക്ക് വെളിച്ചം വേണം. അപ്പോൾ രാത്രി കാലങ്ങളിൽ പകൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് അതൊരാശ്രയമായി തീരുന്നു. എന്ത്? ചന്ദ്രൻ. ഇപ്പം ചന്ദ്രൻ പകല് രാത്രി നമുക്ക് വെളിച്ചം തരുന്നുണ്ട്. അത് പകൽ ജീവിക്കുന്ന ജീവി, നമ്മളെല്ലാം പകലാണല്ലോ എണീറ്റ് കിടക്കുന്നു, നമുക്കത് സഹായകരമായിട്ട് തീരുന്നു. ഇനി 608. ഇനി 608 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മിൽ അടങ്ങിയിരിക്കുന്ന വൈശ്വരരാഗ്നി, അഗ്നിയുടെ വേറൊരു രൂപമാണ് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന അഗ്നി. അഗ്നി എന്ന് പറയുന്നത് ചൂട് മാത്രം, ഈ ഇങ്ങനെ കത്തുമ്പം കിട്ടുന്ന മാത്രമല്ല. പുറത്ത് ഭക്ഷണം പാകം ചെയ്യാൻ നമ്മൾ കത്തിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ തിന്ന ഭക്ഷണം പിന്നെ ദഹിപ്പിക്കാൻ ശരീരത്തിൻ്റെ അകത്ത് കത്തിക്കുകയല്ല ചെയ്യുന്നത്. ശരീരകത്തിട്ടിട്ട് ഈ ഭക്ഷണം കത്തിച്ചെടുക്കുകയല്ല. അവിടെ രാസമാറ്റത്തിലുള്ള അഗ്നിയാണ്. രാസമാറ്റത്തിലൂടെ ഊർജം പുറത്തേക്ക് വരുന്നത്. ആ ചൂടാണ് നമ്മുടെ ശരീരത്തിനെല്ലാം കിട്ടുന്നത്. അതിനാണ് വൈശ്വരരാഗ്നി എന്ന് പറയുന്നത്. ആ വൈശ്വരരാഗ്നിയെ ഞാൻ പ്രണമിക്കുന്നു. ഞങ്ങളുടെ സ്തുതികൾ അതിലെത്തിച്ചേരുന്നു. ആ വൈശ്വരപ്പം ശരീരത്തിൻ്റെ അകത്തും ഭക്ഷണമെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവിടെ വലിയൊരു വൈശ്വരരാഗ്നിയാണ് നമ്മളെ ഭക്ഷണത്തെയെല്ലാം ദഹിപ്പിക്കുന്നത്. അതിനെ ഞാൻ സ്തുതിക്കുന്നു. കാരണം അതില്ലായിരുന്നെങ്കിൽ ഭക്ഷണമൊന്നും ദഹിക്കില്ല, തിന്ന സാധനമല്ല അവിടെ കിടക്കുന്നത്. അതിനായുള്ള സോമം ഇപ്പോൾ പാത്രത്തിൽ ഇറ്റിറ്റ് വീഴുന്നു. അതിനായിട്ടുള്ള സോമം ഇറ്റിറ്റ് വീഴുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാലെല്ലാം കുടിക്കുകയാണെങ്കിൽ പിഴിഞ്ഞെടുത്ത് പാലിലൂടെ നമുക്ക് ആ വൈശ്വരാഗ്നി കിട്ടും.
എന്തും കഴിക്കാനുള്ള സാധനം അതാണ് ഉറ്റിറ്റ് വീഴുന്നു, കറഞ്ഞെടുക്കുന്നു എന്നെല്ലാം പറഞ്ഞത്. അത് മംഗളകാരിയാണ്. ഇനി 609. എൻ്റെ സ്തുതികൾ ശ്രവിച്ച് വിശ്വദേവന്മാർ ഹവിസ്സിനെ സ്വീകരിക്കട്ടെ. നമ്മളെ കൊടുക്കുന്ന വസ്തുക്കളെയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവായി തീരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ ശക്തികളുണ്ട്. ജലം ഒരു ദേവതയാണ്, അതാണ് വിശ്വദേവകൾ. അരിനെ ചോറാക്കണ്ടെങ്കിൽ അഗ്നി വേണം, അഗ്നി ദേവതയാണ്. വെള്ളം വേണം, സഹായിക്കുന്ന വെള്ളം ദേവതയാണ്. അങ്ങനെ കുറേ ദേവതകളുണ്ട്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അത് ഹബിസിനെ സ്വീകരിക്കട്ടെ. മധ്യലോകത്തിലെ അഗ്നി, ഇവിടെയുള്ള പുറത്തുള്ള അഗ്നി ദേവതയാണ്. ഭൂമിയിൽ പല ദേവതകളുമുണ്ട്, അതിൽപ്പെടുന്നതെല്ലാം വെള്ളമെല്ലാം അതിൽപ്പെടുന്നു. നിങ്ങൾ തിരസ്കരിക്കുന്ന വാക്കുകളൊന്നും ഞാൻ പറയില്ല. വാക്ക് പറയാമെന്ന ശാസ്ത്രം, വാക്കുകൾ, വേദവാക്യങ്ങൾ. നിങ്ങൾ തിരസ്കരിക്കുന്ന, ഇപ്പം നമ്മൾ എന്ത് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിലും ആ യജ്ഞത്തിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് അനുസരിച്ച് നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ദേവതകൾ അതിനെ നമുക്ക് വേണ്ട വസ്തുവാക്കി തരും. അരിയെ ചോറാക്കണ്ടിക്കൽ ആവശ്യത്തിന് വെള്ളം കൊടുത്ത് ചൂടാക്കണം, അതാണ് സയൻസ്. അതിനെ തിരസ്കരിക്കുന്ന തത്വങ്ങൾ. എന്തിന് നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് പകരം കുറേ പെട്രോൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് അരി ഇട്ടിട്ട് അതിന് കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം സ്വീകരിക്കില്ല. ചിലപ്പം തീ പിടിച്ചെല്ലാം കൂടി കഴിഞ്ഞു പോകും, അത് തിരസ്കരിക്കും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രതത്വം ശരിയായിട്ടാണെങ്കിൽ ആ സിസ്റ്റം അതിനെ നമുക്ക് വേണ്ടതാക്കി മാറ്റിത്തരും. മധുരവചനങ്ങളാൽ അങ്ങേ തൃപ്തിപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന സുഖത്താൽ ഞങ്ങൾ ആനന്ദിച്ചു കൊള്ളാം. അപ്പോൾ അതിനെ മധുരവചനങ്ങൾ കൊടുക്കണം. എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അതിന് അനുയോജിച്ച ശാസ്ത്രതത്വത്തിലൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം ലഭിക്കും. അത് ആ സിസ്റ്റം, ആ മന്ത്രങ്ങൾ സ്വീകരിച്ച്, ശാസ്ത്രതത്വങ്ങൾ സ്വീകരിച്ച് നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ പുതിയ വസ്തുവാക്കിയിട്ട് മാറ്റിത്തരും. അതിലൂടെ നമുക്ക് ആനന്ദം ലഭിക്കും. ഇനി 610. ദ്വിലോകത്തിൻ്റെ യശസ് വർദ്ധിപ്പിക്കുന്ന സ്തുതികളെ ഇന്ദ്രനും ബൃഹസ്പതിക്കും ആയിട്ട് അർപ്പിക്കുന്നു. അപ്പം ഇവിടെ വേറെ 2 ദേവതകളാണ്. ഈ സ്തുതികൾ നമ്മളെ സഹായിക്കുന്ന വേറെ 2 ആണ്, ഇന്ദ്രനും ബൃഹസ്പതി. ബൃഹസ്പതി എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രഹങ്ങളെല്ലാം നമ്മളെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നുണ്ട്. അത്തരത്തിൽ അതിനെ കണ്ടാൽ മതി. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണെന്ന് മുമ്പേ പറഞ്ഞു. നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും ആ യജ്ഞത്തിൽ അരിയും വെള്ളവും ചോറാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രേരക ശക്തി ഉണ്ടാകുന്നുണ്ട്. അതാണ് അരിയിൽ മാറ്റം വരുത്തിയിട്ട് ചോറാക്കുന്നത്. ആ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ ബൃഹസ്പതി നമ്മുടെ യശസ് വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ ഇന്ദ്രനും ബൃഹസ്പതിയും പിന്നെ സൂര്യനും എല്ലാം കൂടിയിട്ട് നമുക്ക് യശസ് ഉണ്ടാക്കി തരുന്നു. നമ്മൾ പുതിയ പുതിയ യജ്ഞങ്ങൾ ചെയ്തിട്ട് ലോകം പുരോഗമിക്കുമ്പോൾ നമ്മുടെ യശസ് വർദ്ധിക്കും. ആ യശസ് എങ്ങനെയാണ് എന്നത് നമ്മൾ അർപ്പിക്കുന്ന പുതിയ ശാസ്ത്രതത്വത്താൽ, സ്തുതിയാൽ. ആ യശസ് ഒരിക്കലും എന്നിൽ നിന്ന് മാറിപ്പോകരുത്. നിങ്ങൾ നൽകുന്ന യശസ് ഒരിക്കലും നശിക്കരുത്. അതായത് നമ്മുടെ യശസ്സെല്ലാം ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? നമ്മൾ ഉപയോഗിക്കുന്ന സ്തുതികളിലും നമ്മളെ സഹായിക്കുന്ന ഇത്ര ദേവതകളിലുമെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി 611. ഇന്ദ്രൻ, നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രനാണ് നമ്മുടെ യജ്ഞത്തെ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ തന്നെ വജ്രത്താൽ പരാക്രമം തുടർന്നു. എന്താണ് വജ്രം?
നമ്മൾ അരിയെ വെള്ളത്തിലിട്ട് ചൂടാക്കുമ്പോൾ അവിടെ ഒരു സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാസപ്രവർത്തനം നടക്കുന്നത്. അപ്പം ഇന്ദ്രൻ ആ അരി കട്ടിയായി നിൽക്കുന്നതിന് അതിന് കുറേ ബോണ്ടുകളുണ്ട്. അതിൻ്റെ അകത്തെല്ലാം വളരെ ശക്തിയായി അടുക്കിയിട്ട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ആ ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് ഒരു പദമുള്ള തരത്തിലുള്ള വസ്തുവാക്കിയിട്ട് ചോറാക്കിയിട്ടാണ് അത് മാറ്റുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കുറേ പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലുകളുമെല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ദ്രന് വജ്രായുധം എന്ന് പറയുന്നത്. വജ്രം എന്ന് പറഞ്ഞാൽ മുറിക്കാൻ കഴിവുള്ള. അപ്പോൾ ഇന്ദ്രൻ്റെ കൈമല ആയതുകൊണ്ട് അത് ആ വസ്തുവിനെല്ലാം പൊട്ടിച്ച് പിന്നെ പുതിയ തരത്തിൽ കൂട്ടിച്ചേർത്തിട്ടാണ് പുതിയ വസ്തുവാക്കിയിട്ട് മാറ്റുന്നത്. അതുപോലെ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? മേഘങ്ങളെ പിളർക്കുന്നു. ആകാശത്തിൽ മേഘങ്ങളുണ്ട്, അവ മുഴുവൻ പൊട്ടിച്ച് തകർത്തിട്ടാണ് മഴയായിട്ട് പെയ്യുന്നത്. അപ്പം അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നത്. അവിടെ ഇന്ദ്രനാണ് ആ മേഘങ്ങളെല്ലാം പൊട്ടിച്ച് വജ്രായുധത്താൽ പൊട്ടിച്ചിട്ട് മഴയായി പെയ്യിക്കുന്നു. അപ്പോൾ ആ ശക്തിയാൽ നദിയിൽ എന്താകുന്നു? തീരങ്ങളെപ്പോലും തകർത്തുകൊണ്ട് ശക്തിയില്ല നദികൾ ഒഴുകുന്നു. അങ്ങനെ വരുന്ന മഴ നദികളായിട്ട് തീരങ്ങളെപ്പോലും തകർത്തുകൊണ്ട് പോവുകയാണ്. ഇനി 612 ജന്മം കൊണ്ട് ജാതവേദസായ അഗ്നി. ജാതവേദസായ അഗ്നി, ജാതവേദസ് എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഏറ്റവും മൂർത്തി രൂപമാണ്. അതായത് അത്രയും തേജസ്സായ ഒന്നിൽ നിന്നാണ്, അത് ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മമാണ് അഗ്നിയായിട്ട് രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്നത്. പ്രപഞ്ചത്തിന് പിന്നിലുള്ള ആ ശക്തി തന്നെയാണ് അഗ്നിയായിട്ട്. അതുകൊണ്ടാണ് ആ ഉയർന്ന നിലയിലുള്ള തേജസ്സുള്ള അഗ്നിനെയാണ് ജാതവേദസായ അഗ്നി എന്ന് പറയുന്നത്. അതാണ് അന്തരീക്ഷത്തിൻ്റെ അധിഷ്ഠാതാവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം പ്രപഞ്ചത്തിൻ്റെ എല്ലാം പിന്നിലുള്ളത് ആ അഗ്നിയാണ്. നമുക്കറിയാലോ, ആദ്യം അഗ്നിയിൽ നിന്നാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. അഗ്നി ഊർജമാണ് ദ്രവ്യമായി മാറിയത്. അപ്പോഴുള്ള അഗ്നി, ആ ജാതവേദസായ അഗ്നിയാണ് ഈ അന്തരീക്ഷവും എല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അത് ആ അഗ്നിയെ അന്തരീക്ഷത്തിൻ്റെ അധിഷ്ഠാതാവാണ് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള ഹവിസ് നമ്മൾ അർപ്പിക്കുന്ന എല്ലാ വസ്തുവും അത് തന്നെയാണ്. വായുവും സൂര്യനും നെയ്യും പുരോടാസവും എല്ലാം അഗ്നി തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം തന്നെ അഗ്നിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഊർജമാണ് ദ്രവ്യമായി മാറിയത്. E=mc². അതുകൊണ്ട് തന്നെ ഈ അഗ്നിയുടെ നെയ്യാണ് കണ്ണ്. നെയ്യിൽ നിന്നാണ് ജ്വാല ഉയരുന്നത്. അത് പരബ്രഹ്മം തന്നെയാണ്. യഥാർത്ഥത്തിൽ ബ്രഹ്മം തന്നെയാണ് നമ്മളെ സഹായിക്കുന്ന അഗ്നിയായിട്ട് രൂപാന്തരം പ്രാപിച്ച് വന്നിരിക്കുന്നത്. ഇനി 613 ഇവിടെ പറയുന്നത് അഗ്നി തന്നെയാണ് എല്ലായിടവും നിറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് ഭൂമിയെ സംരക്ഷിക്കുന്നത്. അഗ്നി തന്നെയാണ് ഈ പ്രപഞ്ചം. അഗ്നി തന്നെ ഊർജത്തിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാ ദ്രവ്യങ്ങളും ഉണ്ടായത്. ഭൂമി അടക്കം, ഭൂമിയുടെ വസ്തുക്കളടക്കം. ആ അഗ്നി തന്നെയാണ് ഭൂമിയെ നിലനിർത്തുന്നത്. ചൂടില്ലെങ്കിൽ ഭൂമി എന്തായിപ്പോവും? തണുത്ത് മരവിച്ചു. നമുക്കൊന്നും ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഭൂമിയായി നിലനിർത്തുന്നതും അഗ്നി തന്നെയാണ്. അത് സൂര്യരൂപത്തിൽ അന്തരീക്ഷത്തിനെ സംരക്ഷിക്കുന്നു. അത് സൂര്യൻ്റെ രൂപത്തിൽ അന്തരീക്ഷത്തിൽ അഗ്നി സൂര്യനിൽ നിന്നാണല്ലോ വരുന്നത്. സൂര്യനിൽ സംഭവിക്കുന്നതും രാസപ്രവർത്തനത്തിലൂടെ ഊർജം പുറത്തേക്ക് വരുന്നു. മരുത്ഗണങ്ങളും അത് തന്നെ. പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് 49 മരുത്തുക്കൾ കൂടിയതാണ്. അതും അഗ്നിയിൽ നിന്ന് തന്നെയാണ് രൂപം പെട്ടിരിക്കുന്നത്.
അഗ്നി തന്നെ എല്ലാ യജ്ഞങ്ങളെയും സംരക്ഷിക്കും. എന്തെങ്കിലും കർമ്മങ്ങൾ നടത്തേണ്ടിക്ക് അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജമായിട്ട് എടുക്കണം. എന്ത് യജ്ഞങ്ങളെയും സംരക്ഷിക്കുന്നത് ഊർജത്താലാണ്. ഊർജത്താലാണ് നമ്മൾ എന്തും പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. കർമ്മം ചെയ്യാൻ പോലും ഊർജം വേണം, അഗ്നി വേണം. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം പല രൂപത്തിലുണ്ട്. വെളിച്ചം, ചൂട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അങ്ങനെ പല രൂപത്തിൽ ഉണ്ട്. അതാണ് നമ്മൾ യജ്ഞത്തിന് ഉപയോഗിക്കുന്നത്.